നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പത്രത്തിൽ വന്ന പരസ്യത്തിൽ സുപ്രഭാതത്തിൽ വന്ന പരസ്യം വന്നല്ലോ. അപ്പം ഒന്ന് അൻവറിൻ്റെ പരസ്യം വന്നു, UDFൻ്റെ പരസ്യം വന്നു. ഈ പരസ്യങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ പതിവുകൾ തെറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ LDFൻ്റെ പരസ്യം വന്നിട്ടില്ല, ചിലപ്പോൾ നാളെ ആയിക്കാരം. ഏതായാലും അപ്പോൾ അൻവർ പരസ്യം ചെയ്തപ്പോൾ കണ്ടോ, ആ പേജ് മുഴുവൻ അൻവറിന് പറയാനുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അൻവർ അതിൻ്റെ ഹെഡിങ്ങിൽ തന്നെ കൊടുത്തു. വിരുന്നുകാർ ഒക്കെ നാളെ പോവും ഒക്കെ ചിന്തിച്ച് ചെയ്യാന്നുള്ള കോലത്തിൽ അൻവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ആളുകൾ അത് വായിച്ചാൽ ഇങ്ങനെ ആളുകളിൽ സ്വാധീനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള എഴുത്തും കാര്യങ്ങളൊക്കെ അൻവർ കൊടുത്തു. അതായത് ആ ഒരു അൻവർ പരസ്യം ചെയ്ത ആ പേജ് മുഴുവൻ അൻവർ മുതലാക്കി. അതേ സമയത്ത് UDFൻ്റെ ആ പരസ്യം ഉണ്ടല്ലോ, UDFൻ്റെ പരസ്യത്തിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വലിയൊരു ഫോട്ടോ കൊടുത്തു, പിന്നെ ചിഹ്നവും പിന്നെ ചെറിയ 1-2 വാചകങ്ങളും അത് മാത്രമാണ് കൊടുത്തത്. അതായത് കൈപ്പത്തി ചിഹ്നത്തിന് UDFന് വോട്ട് ചെയ്യണം എന്നുള്ളൊരു അഭ്യർത്ഥന. എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇപ്പോഴും അവിടെ നിലമ്പൂർ മണ്ഡലത്തിൽ UDF ചുമരുമ്പലും അവിടെയും ഇവിടെയൊക്കെ ഒട്ടിച്ച പോസ്റ്റർ അല്ലെങ്കിൽ ഫ്ലക്സ്, അതുപോലെ ഒരു സാധനം പത്രത്തിലാണ്ട് അച്ചടിച്ചു വന്നു. അതിൽ കവിഞ്ഞ് ഇതൊരു വായനക്കാരെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, ഇടത് സർക്കാരിനെതിരെയുള്ള ഓരോ കഴിവില്ലായ്മകൾ, ഇപ്പോൾ ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ, പെൻഷൻ മുതൽ ഇങ്ങോട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, വികസന മുരടിപ്പ്, അങ്ങനത്തെ പോലെ. മാത്രമല്ല അൻവർ തന്നെയും നേരത്തെ ഉന്നയിച്ച് രാജിവെച്ച ഈ സംഘപരിവാറിനോടുള്ള പ്രീണനം തുടങ്ങിയ എത്ര കാര്യങ്ങൾ പിണറായി സർക്കാരിനെതിരെ പറയാനുണ്ട്. ഇതൊരു പൊതു തെരഞ്ഞെടുപ്പല്ലെങ്കിലും അതിനു മുമ്പ് നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയ്ക്ക് ഇതിന് വളരെ രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വിവരിച്ചാണ്ട് ആ ഒരു ഫുൾ പേജ് പരസ്യം, ആ ഒരു സ്പേസ് പൈസ കൊടുത്താണ്ട് പരസ്യം ചെയ്യല്ലേ, അവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് വോട്ടർമാരെ സ്വാധീനിക്കുന്ന വാചകങ്ങൾ ഉൾപ്പെടുത്തി കൊടുക്കുന്നതിന് പകരം അവിടെ ഈ ഒരു പോസ്റ്റർ, നിലമ്പൂർ മണ്ഡലത്തിൽ വ്യാപകമായി ഒട്ടിച്ച ഒരു പോസ്റ്ററിൻ്റെ ഒരു കോപ്പി പത്രത്തിലാണ്ട് അച്ചടിച്ച് അതുകൊണ്ട് പ്രിന്റ് ചെയ്ത് വന്നു എന്നല്ലാതെ വേറെ എന്താ ഇപ്പം അതുകൊണ്ടുണ്ടായത്? എന്നിട്ട് ഇനി ഈ പരസ്യത്തിൽ വരുന്ന കാര്യങ്ങൾ, ഇപ്പം അൻവർ പറഞ്ഞ കാര്യം, അതേപോലെ ഇനിയിപ്പോൾ ഇടതുപക്ഷം പരസ്യം ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മളെ അനുഭവം വേറെ രീതിയിലൊക്കെയാണ് ഓലെ വാചകങ്ങളും ഓൽക്ക് പറയാനുള്ള ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ നോക്കലും. അപ്പോൾ ഓലെന്ത് ചെയ്യും, വോട്ടർമാരെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള വാചകങ്ങളൊക്കെ ഓലെ പരസ്യത്തിൽ ഉൾപ്പെടുത്തും. എന്നിട്ട് ഇത് ജനങ്ങളിൽ ചർച്ചയാവും. അപ്പോൾ കുറ്റം മുഴുവൻ എന്ത് ചെയ്യും, സുപ്രഭാതത്തിനേക്കാരം. ഇതൊന്നും ചെയ്യണത് ഇത് എഴുതുന്നതും കൊടുക്കുന്നതും ആശയങ്ങളൊന്നും പത്രത്തിൻ്റെതല്ല. അത് ഇവർ പരസ്യം കൊണ്ടുകൊടുക്കണ തെരഞ്ഞെടുപ്പ് പ്രചാരണ കമ്മിറ്റി മുന്നണികൾ കൊണ്ടുകൊടുക്കണ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ ഏജന്റുമാർ കൊണ്ടുകൊടുക്കണത് അതുപോലെ പ്രിന്റ് ചെയ്യാണ്. ഇവർ സ്പേസ് കൊടുക്കുന്നതാണ് മാത്രമേ അനുവദിക്കുന്നുള്ളൂ. അതിൽ എഴുതണ കാര്യങ്ങളൊക്കെ അതാത് സ്ഥാനാർത്ഥികൾ ആളുകളെ തീരുമാനിക്കണം എന്ന് പോലും ചിന്തിക്കാതെ ഇതിൻ്റെ കുറ്റം മുഴുവൻ ഒരു സുപ്രഭാതത്തിനായിരിക്കും. എന്നാൽ അവനാണ് കിട്ടുന്ന സ്പേസ് ഉണ്ടല്ലോ, എന്നാൽ അതൊരു ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്തുക, ആ ഒരു പരിപാടി UDFനില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെയാണ് സ്ഥിതി. ഇടതുപക്ഷക്കാർ കഴിഞ്ഞ കുറച്ച് കാലങ്ങളത്തെ ഉപതെരഞ്ഞെടുപ്പാട്ടെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളാട്ടെ, ഒരുപാട് കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറഞ്ഞ വാചകങ്ങൾ ഇപ്പോഴും ഫേസ്ബുക്കിലും മറ്റും ചർച്ചകളിൽ വരലുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇടതുപക്ഷം ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നൊക്കെ പറഞ്ഞ ചില വാചകങ്ങളുണ്ടല്ലോ, ആ പറഞ്ഞതൊക്കെ വെറും തള്ളാണ്. കേരളത്തിൽ മാത്രമല്ല ഇടതുപക്ഷത്തിന് ഇപ്പോൾ ഇടതുപക്ഷം ഇല്ലെങ്കിൽ ഇപ്പം ഇന്ത്യ രാജ്യം അതൊക്കെ ഒരു തള്ള. എന്നാൽ പോലും ആ പറഞ്ഞ കാര്യം ജനങ്ങളിൽ നിൽക്കാനുള്ള കാരണം എന്താ, ഓൾക്ക് കിട്ടിയ സ്പേസിൽ അത്തരം വാചകങ്ങൾ ഉപയോഗിച്ചതുകൊണ്ടാണ്. അതേസമയത്ത് UDF തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച പരസ്യവാചകങ്ങളോ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങളോ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഇത് തന്നെ ഈ പറഞ്ഞ പോലെ വലിയൊരു സ്ഥാനാർത്ഥിന്റെ ഒരു ഫോട്ടോ വെക്കും, ഒരു ചിഹ്നം വെക്കും, UDFന് വോട്ട് ചെയ്യാന്നുള്ള ഒരു പോസ്റ്ററിലുള്ള എന്താണോ അത് അതുപോലെ അങ്ങോട്ട് കൊടുക്കും. അതിൽ കവിഞ്ഞൊന്നും കൊടുക്കൂല. എത്രയോ കാര്യങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെതിരെയുള്ള പറയാൻ പറ്റിയ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ, എന്നാൽ ചിലതൊക്കെ മറവിലേക്ക് പോയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓരോ സമയത്ത് വിവാദമായി വന്നാൽ പിന്നെ വേറൊരു കാര്യം വരുമ്പോൾ ആദ്യത്തെ മറക്കും, അങ്ങനെയൊക്കെ ഒരു അവസ്ഥ ഉണ്ടാവുമല്ലോ.
അപ്പൊ ഇതൊക്കെ അക്കമിട്ട് നിരത്തിയിട്ട് ജനങ്ങൾക്കിടയിൽ എത്തിച്ചിട്ട് അത് വോട്ടാക്കി മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം ഒരു കടമ നിർവഹിക്കണമാതിരി കൊടുക്കും. എന്നിട്ട് തെരഞ്ഞെടുപ്പിൽ എന്നിട്ട് ഇത് ജനങ്ങളിൽ എന്തെങ്കിലും ചർച്ച ആവുകയെ, ഈ പരസ്യം ചർച്ച ആവുകയെ, അല്ലെങ്കിൽ ഒരിലേക്ക് ഇടതുപക്ഷം പറഞ്ഞ വാക്കുകൾ അല്ലെങ്കിൽ മറ്റു സ്ഥാനാർത്ഥി നിലമ്പൂരിലാണെങ്കിൽ ഏകദേശം ഒരു ത്രികോണ മത്സരത്തിന്റെ സ്വഭാവമാണല്ലോ അൻവറുള്ള. അപ്പൊ അൻവർ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ ചർച്ച ആകുകയാണെങ്കിൽ കുറ്റം മുഴുവൻ എന്ത് ചെയ്യും? പരസ്യം ചെയ്ത പത്രത്തിന്, സുപ്രഭാതത്തിന്റെ നേരെയും സമസ്തക്ക് നേരെയും ഒക്കെ ആയിട്ട് വരും ചെയ്യും. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലുള്ളതിൽ നിന്ന് വ്യത്യസ്തമല്ല ഇപ്പോഴും. ഇനിയിപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പും വരാനുണ്ട്. എന്നിട്ടെങ്കിലും നമ്മളാളുകൾ വല്ല മാറ്റം വരുത്തുകയാണെങ്കിൽ വരുത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പറഞ്ഞത്.